അമ്മ ഞാൻ ഇവിടെ തേടാൻ സ്ഥലമൊന്നുമില്ലാന്ന് എല്ലായിടവും നോക്കി. പൈസ കൊടുക്കാണ്ടിരിക്കാനൊന്നുമല്ല ഞാനിങ്ങനെ പറയണത്. പൈസ കൊടുക്കാന്ന് ഞാൻ ഏറ്റ പൈസ കൊടുത്തിരിക്കും. ബാലുവാ അമ്മ ബാലുവിന് മാല എടുക്കേണ്ട ആവശ്യം എന്താ ഉള്ളത്? കുഞ്ഞു കുഞ്ഞു കള്ളത്തരൊക്കെ കാണിക്കില്ല, അങ്ങനെയൊന്നും ചെയ്യുന്നില്ല. ഞാൻ വിളിക്കാം. ഓ പറഞ്ഞത് ഇപ്പൊ കുഴപ്പമില്ല. വിശക്കണ്ട പാറുവിന്? എടുക്കട്ടെ ഭക്ഷണം? അമ്മ നമുക്ക് പോലീസ് കേസ് കൊടുത്താലേ? പോലീസിലേക്ക് എന്തിനാടാ കേസ് കൊടുക്കണത്? അച്ഛൻ വരട്ടെ, അച്ഛനോട് ആലോചിച്ചിട്ട് കൊടുക്കാം. അമ്മ എനിക്ക് ചെറിയൊരു സംശയം, എൻ്റെ ഒരു സംശയമാണ്. പറ. നമ്മൾ അന്ന് ഒരു സ്റ്റിക്കർ ഒട്ടിച്ചിട്ടേ ഹൈമാനിയുടെ വീട്ടിൽ പോയി നമ്മൾ ഇരുന്നില്ലേ, അവിടെ ചിലപ്പോൾ കള്ളം കയറാൻ സാധ്യത ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട്. ആ സമയത്ത് അവിടെ കള്ളം വന്നില്ലല്ലോ, ചിലപ്പോൾ ഇവിടെ കള്ളം വന്നെങ്കിലോ? അച്ഛൻ വന്നില്ലേ എപ്പോഴത്തേക്കും? ചുമ്മാ പാറു. അല്ലമ്മ, ഇതിപ്പം നമ്മൾ ഇവിടെ വന്നപ്പോൾ അച്ഛനോട് ഓൾറെഡി ഉണ്ടായിരുന്നല്ലോ, അപ്പൊ നമ്മൾ അച്ഛനോട് ചോദിക്കാൻ നിന്നില്ലല്ലോ അച്ഛൻ എങ്ങനെയാ കയറിയെന്ന്. ഇനിയിപ്പോ നമ്മൾ അവിടെ ഇരുന്ന സമയത്ത് കള്ളൻ ഇവിടെ കയറി കഴിഞ്ഞ് ഡോർ തുറന്ന് കിടന്നപ്പോ അച്ഛൻ വന്ന് കയറിയതാണോ, അതോ അച്ഛൻ ഇവിടെ കയറി കിടന്ന് ഉറങ്ങിയ സമയത്ത് കള്ളൻ വന്ന് കയറിയതാണെങ്കിലും? ഇപ്പൊ രണ്ടാണെങ്കിലും നമ്മളിവിടെ എല്ലാം നോക്കിയതല്ലേ? നമ്മൾ നോക്കി, പക്ഷെ അമ്മയുടെ ആ കാണാതെ പോയ മാല അമ്മ നോക്കിയായിരുന്നു, അത് കണ്ടായിരുന്നു. കണ്ടിട്ടുണ്ടാവുമെന്നാണ് എന്റെ ഓർമ്മ. കണ്ടിട്ടുണ്ടാവുമായിരിക്കാം. ഉണ്ടാവുമായിരിക്കാന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, ഓർമ്മയില്ല. അപ്പൊ പിന്നെ ഇതാ കള്ളം കൊണ്ടുപോയത് തന്നെ ആ മാല. കേസ് കൊടുക്കുക. വെറുതെ എന്നെ കൂടി പറഞ്ഞ് പേടിപ്പിക്കാതെടാ. പേടിച്ചേ പറ്റുള്ളൂ അമ്മ, നാട് മൊത്തം കള്ളന്മാരാ. ഇതിപ്പോ അന്ന് ഇവിടെ കള്ളം വന്ന് കയറി മാല എടുത്തോണ്ട് പോയെന്നിരിക്കട്ടെ, പക്ഷെ ഇതിപ്പോ കൊറേ ദിവസവും ഇല്ലേടാ. ഇപ്പൊ എങ്ങനെയാ പോലീസ് അത് കണ്ടുപിടിക്കണേ? കള്ളനെ പിടിക്കാനൊക്കെ തന്നെ. ഇതിപ്പോ എനിക്ക് ചെറിയ പേടിയാവണ്ടടാ. നീ ഭക്ഷണം കഴിക്കാനല്ലേ വന്നത്? നിനക്ക് ഭക്ഷണം കഴിച്ചിട്ട് അങ്ങ് പോയാ പോരായിരുന്നാ? പറഞ്ഞു പഠിപ്പിക്കണായിരുന്നാ? അത് ശരി അമ്മ, ഞാനൊരു ഫാക്ട് പറഞ്ഞല്ലേ. ഫാക്ട് അവന്റെ. നിനക്കേ ഇത് അച്ഛൻ വരുമ്പോ പറഞ്ഞാ പോരായിരുന്നാ കേശു? നീ അച്ഛൻ വരുന്നോടം വരെ ഞാൻ ഇത് ഓർത്ത് ടെൻഷൻ അടിക്കാനാ? എന്തിനാ ടെൻഷൻ അടിക്കാനാ? എടാ നീ ഇതിനെ വിളിച്ചിട്ട് അങ്ങ് പോയേ. അത് ദിയ എവിടെ? ദിയ ചേച്ചി മമ്മിയെ കണ്ടെന്ന് പറഞ്ഞ അപ്പുറത്ത് പോയിട്ടുണ്ട്. അപ്പൊ പിന്നെ ഫുഡ് കഴിച്ചിട്ടായിരിക്കും വരിക. നിനക്ക് ഞാൻ എടുക്ക ഇപ്പൊ തന്നെ. ഓക്കെ. 4 പവന്റെ മാലയോ? അത് വല്ലാത്തൊരു പോക്കാണല്ലോ. ഇനിയിപ്പോ നീലു ഫ്രണ്ട്സിനോ കുടുംബക്കാർക്കോ ആർക്കെങ്കിലും എടുത്ത് കൊടുത്തായിരിക്കോ? നീലമ്മ ആർക്കും കൊടുത്തിട്ടില്ലെന്നാ നീലമ്മ പറയുന്നേ. ഇതിപ്പോ എന്നെ വരെ സംശയിച്ചു. അവിടെ കുറ്റം പറയാൻ പറ്റില്ല. വാ തുറന്ന മോള് കള്ളം മാത്രമല്ലേ പറയുള്ളൂ, പിന്നെ സംശയിക്കണ തെറ്റൊന്നുമില്ലല്ലോ. പപ്പ കുറെ നേരം ആയാലും എന്നെ നോക്കിയിരിക്കുന്നു. എന്തുവാ? ഞാൻ ഈയിടെയായിട്ടൊരു സിനിമ കണ്ടു. അതിലൊരു പെൺകുട്ടി, അവൾ എവിടെ പോയാലും എന്തൊക്കെ അവളുടെ കണ്ണിൽ പോയിട്ടോ അതൊക്കെ അവൾ എടുക്കും. ലോക്കറ്റായാലും ശരി, വളയായാലും ശരി, മാലയായാലും ശരി, വാച്ചായാലും ശരി. പക്ഷെ അവൾ വലിയ പണക്കാരുടെ വീട്ടിലുള്ള പെൺകുട്ടിയാണ്, എന്നിട്ടും എടുക്കും. അപ്പൊ ഞാൻ വല്ലതും പറയും കേട്ടോ, എനിക്ക് അങ്ങനത്തെ സ്വഭാവം ഒന്നും ഇല്ല എന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. ഞാനൊരു സിനിമയുടെ കഥയല്ലേ പറഞ്ഞത്. പിന്നെ എങ്ങനെ ഞാൻ ഈ മാലയുടെ കാര്യം പറഞ്ഞപ്പോ പപ്പ കൃത്യമായിട്ട് ഇതുവരെ പറയാത്തൊരു സിനിമ കഥ കൊണ്ട് വന്നത്? അല്ല, അത് ഞാൻ കഥ അങ്ങനെ പറഞ്ഞു, അത്രേ ഉള്ളൂ. ഒന്ന് മിണ്ടാണ്ടിരിക്കും, ഇടയ്ക്ക് ഓരോന്ന് പറഞ്ഞോളൂ. മോളെ ബാക്കി പറയുന്നിട്ട്. ബാക്കി എന്തൊന്നുമില്ല, ബാലുച്ചൻ വരും, ഒരു പോലീസ് സ്റ്റേഷനിൽ പോകണമെന്നൊക്കെയാ പറയുന്നത്. ആണോ? അതെന്തായാലും നല്ല കാര്യമാണ്. പോലീസ് കംപ്ലൈന്റ് കൊടുക്കണം കേട്ടോ. അയ്യോ, ഇനിയിപ്പോ ഇതിന്റെ പേരിൽ എന്റെ വീട്ടിലേക്ക് പോകുന്ന പോക്ക് മുടങ്ങോ? ഒരിക്കലും ഇല്ല. എന്തായാലും പോകും നമ്മള്. പോണേ. നവരാത്രിയാ വരുന്നത്, അമ്പലത്തിലേക്ക് വലിയ ആഘോഷമാണ്, അത് മിസ് ചെയ്യാൻ പറ്റൂല. നീ പോലീസ് വരുമ്പോ സംശയാസ്പദമായിട്ട് എന്നെ പിടിച്ചോണ്ട് പോകുന്ന എന്റെ വീടി. എന്തിന്? നീ മാല എടുത്താടി? എന്റെ പൊന്നുതിയാ, റാം നേരത്തെ പറഞ്ഞ പോലെ എന്തെങ്കിലും സ്വഭാവം നിനക്ക് ഉണ്ടെങ്കിൽ നീ തുറന്നു പറഞ്ഞോ. നമുക്ക് മാല അവിടെ എവിടെയെങ്കിലും കിടന്ന് കളഞ്ഞു കിട്ടുന്ന പറഞ്ഞ് കൊണ്ട് തിരിച്ചു കൊടുക്കാം. നാണം കെടുത്തല്ലേ മോളെ? അമ്മയ്ക്ക് എന്തുവാ അമ്മ? എനിക്ക് അങ്ങനത്തെ സ്വഭാവം ഒന്നും ഇല്ലെന്ന് പറഞ്ഞില്ലേ? ഞാൻ എടുത്തിട്ടൊന്നുമില്ല. പിന്നെ എന്തിനാ നീ പോലീസിന്റെ കാര്യം പറഞ്ഞത്? അതുകൊണ്ടല്ലേ ഞാൻ അങ്ങനെ പറഞ്ഞത്. പപ്പ ഇപ്പൊ ഒരു കാര്യമില്ല, അതൊരു കഥയും കൊണ്ട് വന്നിരുന്നല്ലോ മുമ്പേ. അതെന്നെ സംശയം ഉണ്ടായിട്ടല്ലേ? എനിക്ക് സംശയമൊന്നുമില്ല, ഞാൻ വെറുതെ പറഞ്ഞാണ്. വെറുതെ ഒന്നും അല്ല. അപ്പുറത്തെ പാറു കേശു എന്നെ സംശയിച്ചു. അപ്പൊ പോലീസുകാർ വന്നാൽ എന്തുമല്ല അവരും എന്നെ സംശയിക്കും. ഒന്ന് പോടി. നിന്നെന്തിനാ അവര് വന്ന് സംശയിക്കുന്നേ? ഇവിടെ സ്വന്തം അച്ഛന് വരെ സംശയം, പിന്നെ ഒരു പരിചയമില്ലാത്ത പോലീസുകാര്. ഒരു കാര്യം ചെയ്യും, തറവായിട്ട് രണ്ടുപേരുടെ പോയി ആഘോഷിക്കും. പോലീസുകാർ വരുമ്പോ എന്നെ കൊണ്ടുപോലോ, ഞാൻ പിന്നെ എന്ത് ചെയ്യും? വരാൻ പറ്റൂലല്ലോ. ബെയിൽ എടുക്കണ്ടേ? ബെയിലൊന്നും എടുക്കണ്ട, ആണക്കേട്. ഞാൻ ജയിലിൽ കിടന്നോളാം. റാം, അതെ എനിക്ക് ശരിക്കും പേടിയാവുന്നുണ്ട് കേട്ടോ. ഇപ്പൊ എനിക്ക് പേടിയാവുണ്ട് കേട്ടോ. ചേട്ടാ, നിങ്ങളുടെ പറച്ചിൽ കേട്ടിട്ട് എന്റെ ഉള്ള നേരം കൂടെ പോയി. ഞാൻ അപ്പുറത്തിരുന്നോളാം. അതെയാ പോലെ റാം, ഇപ്പൊ എനിക്ക് ശരിക്കും പേടിയാവുന്നു. നിങ്ങൾ പറഞ്ഞ പോലെ സ്വഭാവമൊക്കെ ഉണ്ടാവൂ? എന്നാലും ഇല്ലല്ലോ, ഒരിക്കലും ഉണ്ടാവും. അമ്മ ഇനി എപ്പോഴെപ്പോഴും വിളിച്ചിങ്ങനെ പേടിപ്പിക്കണ എന്തിനാണ്? നോക്കണ്ട മാല. കണ്ട, ഇവിടെ ഞാൻ 1-2-3 നേർച്ച നേർന്നിട്ടുണ്ട്, കിട്ടും. അമ്മ ഇനെ ഉള്ള നേർച്ച മൊത്തം നേർന്ന് ഈ മാലയ്ക്ക് വേണ്ടി ഉള്ള സ്വത്ത് മൊത്തം വെറ്റി നിൽക്കണ്ട. അമ്മ ഞാൻ വിളിക്കാമ്മ. മാല വന്നിട്ട് എന്താന്ന് വെച്ചാൽ ചെയ്യാം, വെക്കിപ്പോ.
കൊച്ചു ഹൈമയുടെ തറവാട്ടിൽ പോണെന്ന് പറഞ്ഞാ പോണില്ലേ? ആ പോവാ. അല്ല ആരാ വിളിച്ച? അമ്മൂമ്മയാണോ? അമ്മൂമ്മ തന്നെ. നേരം എടുത്തിട്ട് ഒരു 5-6 പ്രാവശ്യമായിട്ടുണ്ട് എന്നെ വിളിക്കണം മാലയുടെ പേരും പറഞ്ഞിട്ട്. അമ്മൂമ്മയ്ക്ക് സമാധാനം കിട്ടില്ല അന്ന് മാല പോയെന്ന് വിചാരിച്ചിട്ട്. ബാലു അച്ഛനോ? ബാലു അച്ഛൻ ഇപ്പൊ വന്നോണ്ടിരിക്കുന്നുണ്ട്. ട്രെയിനിലാണെന്ന് പറഞ്ഞു. ഇപ്പൊ എത്തുമെന്ന് പറയുന്നുണ്ട്. അയ്യോ ഇതെന്ത് പറ്റി? എന്തുറ്റി പാറു? ഏയ് നീ ഇങ്ങോട്ട് വന്നാ? എന്തുറ്റി പഠിത്തം മതിയാക്കിയാ? അമ്മ ഞാൻ അവിടെ പഠിപ്പിച്ചോണ്ടിരുന്നു, എവിടെങ്ങ് വണങ്ങി വന്നു. അതെന്താ കാര്യം? എന്റെ അടുത്ത് വെറുതെ ദേഷ്യപ്പെടുന്ന അമ്മ. എന്തിനാണോ കൊച്ചിന്റെ അടുത്ത് വെറുതെ ദേഷ്യപ്പെടുന്നത്? പഠിപ്പിച്ചോണ്ടിരുന്നപ്പോ തെക്കോട്ടും വടക്കോട്ടും നോക്കിക്കൊണ്ടിരുന്ന് ഞാനൊന്ന് ചൂടായി എന്നുള്ളത് സത്യമാണ്. പാറക്കുട്ടി ചേച്ചി പഠിപ്പിക്കാം. വേണ്ട. ചെല്ലടി, ചേച്ചി നല്ല സൂപ്പറായിട്ട് പഠിപ്പിക്കും. സ്കൂളിലും കോളേജിലൊക്കെ ടോപ്പ് റാങ്ക് ആയിരുന്നു. അത് പറയുമ്പോ നിനക്ക് എന്തോടെ ഇത്ര പുച്ഛം? നിനക്ക് മാർക്ക് ലിസ്റ്റ് കാണണോ എന്റെ? പാറു കണ്ണോടി. അയ്യോ വേണ്ടേ ചേട്ടാ, ഇനി എന്നെ വഴക്ക് പറയോ? ഓ ഇല്ല, വഴക്കുറത്തൊന്നുമില്ല. നീ പിണങ്ങലേടി. വാ. എടാ കേശു, നീ ഇപ്പൊ എന്താ പറഞ്ഞേ? എന്ത് പറഞ്ഞു? അല്ല ഇപ്പൊ നീ പാറുവിന്റെ അടുത്ത് ലാസ്റ്റ് എന്താ പറഞ്ഞേ? വഴക്കൊന്നും പറയത്തില്ല, നീ പിണങ്ങലേടി. പിണങ്ങല്ലേടി? 2 ദിവസം ഇവിടെ ഉണ്ട്, പിണങ്ങരുത്. പിണങ്ങല്ലേ ആ 2 ദിവസം പിണങ്ങലേടി. പിണങ്ങല്ലേടി? പിണങ്ങല്ലേ 2 ദിവസമേ ഉള്ളൂ. എന്തോ ഇതിലുമ്മ? ഒന്നുമില്ല. അല്ലമ്മ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഒരു പ്രശ്നമില്ല. പോടാ. നീലമ്മ സത്യം പറ, എന്തോ കാര്യം? കൊച്ചിന് മറ്റേ ഹൈമയുടെ തറവാട്ടിൽ പോകണ്ടല്ലേ? പോയി റെഡിയാ നോക്ക്. ചെല്ല്. കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? ഒരു കുഴപ്പമില്ല. ആ ബാലു എവിടെ എത്തി? എത്താറായോ? ആ അതെ, മാല കാണാത്തതിന് നമുക്ക് പോലീസിൽ കേസ് കൊടുത്താലോ? ആ ശരി ശരി, എന്നാ വാ. കേസ് കൊടുക്കാൻ പറഞ്ഞപ്പോൾ കൊടുക്കാൻ പേടിയൊന്നും കണ്ടില്ലല്ലോ. അപ്പോൾ പിന്നെ ആരായിരിക്കും മാല എടുത്തത്? അപ്പോൾ പിന്നെ ഈ 3-6 വെച്ച് പിണങ്ങലടി എന്ന് പറഞ്ഞ എന്തിനാ? റാം, നമുക്കൊന്ന് അവിടെ വരെ പോയാലോ? നല്ല ടെൻഷനുണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾ പറഞ്ഞ പോലെ അങ്ങനെ അവൾ ചെയ്തിട്ടുണ്ടാവും. നീ എന്തിനാ വെറുതെ ടെൻഷൻ അടിക്കുന്നത്? ഞാൻ ആ സിനിമ കഥയൊക്കെ വെറുതെ പറയണം. ഞാൻ അങ്ങനെ സിനിമയെ കണ്ടിട്ടില്ല. ഞാൻ വെറുതെ തമാശക്ക് പറഞ്ഞല്ലേന്ന്. തമാശ പറയാൻ പറ്റിയ കാര്യം. ഒരു സിനിമാ കഥയും പറയും മനുഷ്യൻ ടെൻഷൻ അടിപ്പിച്ചല്ലാണ്ട്. നീ ടെൻഷൻ അടിക്കാന്നല്ല പറഞ്ഞു, ഞാൻ വെറുതെ പറഞ്ഞതാണെന്ന്. ശരിക്കും ഇനിയിപ്പോൾ അതെങ്ങാനും സത്യമാണെങ്കിൽ നാട് വിട്ട് പോവാനേ നിവൃത്തിയുള്ളൂ. മാമൻ പറഞ്ഞ എനിക്ക് എതിർവാക്കുണ്ടാ? മാമനടുത്ത് പറഞ്ഞില്ലേ ജീവിതം ഒന്നേ ഉള്ളൂ, അതിങ്ങനെ കളഞ്ഞു കുളിക്കാൻ പറ്റുമോ ബാലു ചോദിച്ചില്ലേ? ആ ചോദിച്ചപ്പോൾ എനിക്ക് ബോധമുണ്ടായി. മിസ്റ്റർ ബാലു. ആ മിസ്റ്റർ അല്ല, അയ്യോ മാമനല്ല, ഇവിടെ രാംകുമാറുണ്ട്. ആണാ? മാമൻ രാംകുമാറെ ചോദിച്ചായിട്ട് പറയാൻ പറഞ്ഞു. ഞാനും ചോദിച്ചെന്ന് പറയും. ഞാനും ചോദിച്ചായിട്ട് അല്ല, രാംകുമാറും ചോദിച്ചായിട്ട് പറയാൻ പറഞ്ഞു. പാടാ വച്ചിട്ട് പാടാ, എന്നെ ഭയങ്കര ബഹുമാനമാണ്. പിന്നെ രാംകുമാറെ കാണാനില്ല, എവിടെ പോയിരുന്നു? ഞാൻ ഔട്ട് ഓഫ് സ്റ്റേഷനായിരുന്നു. ആണാ? അതെ, മാല കളഞ്ഞു വരുമോ അറിഞ്ഞില്ലല്ലേ? മാല കളഞ്ഞു വരുമോ അറിഞ്ഞാ? ഞാൻ നീലുവിനെ പോയി കാണട്ടെ, എനിക്ക് അത്യാവശ്യം ഉള്ളതൊന്ന് കാണണം. അയ്യോ ഒരു മിനിറ്റ്. ചെറിയൊരു സംശയം ബാലുവിനോടായതുകൊണ്ട് പറയാം. കളഞ്ഞുപോയ മാലയെ പറ്റി ചോദിക്കാനാണോ? മലയെ പറ്റി ആണോന്ന് ചോദിച്ചാ പൈസക്ക് അത്യാവശ്യം നമ്മൾ മാല അടിച്ചു പറ്റി വിറ്റാ. പിന്നെ നേരത്തെ ദീ ഇവിടെ വന്നിരുന്നു. അപ്പൊ നമ്മൾ തമാശക്ക് കുറെ സംസാരിച്ചുകൊണ്ടിരുന്നു. അപ്പൊ തമാശ അവളും കുറെ പറഞ്ഞു. അപ്പൊ ഞാൻ തമാശക്ക് ചോദിച്ചു, ദീയാണോ മാല കട്ടതെന്ന്. അല്ല ബാലു എന്തായാലും ഇപ്പൊ അത് കേസ് കൊടുക്കും, ഉറപ്പാണ്. അപ്പൊ പോലീസ് വരുമല്ലോ. അപ്പൊ ഈ കേസ് കൊടുക്കുമ്പോൾ പോലീസ് വരുമല്ലോ. അപ്പൊ ദിയ പറഞ്ഞു ഈ രണ്ടും സംഭവിച്ച അവളെ ചിലപ്പോൾ അറസ്റ്റ് ചെയ്യും. അതാണ് ബാലുവിന്റെ അടുത്ത് ചോദിച്ചാൽ ക്ലിയർ ചെയ്യാന്ന് വിചാരിച്ചു. ബാലു ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ? എന്താ കാര്യം? അല്ല അവളുടെ ചോദിച്ച് മനസ്സിലാക്കണം. ഇതിനെന്ത് ചോദിക്കാതിരിക്കുന്നത്? കൊച്ചിനെ മാല എടുത്തത് അങ്ങനെ പറയില്ല, ആകെ ടെൻഷനില്ല ബാലു. ടെൻഷൻ അടിക്കുന്ന കാര്യമില്ല. കൊച്ചിങ്ങനെ പറഞ്ഞ സ്ഥിതി കൊച്ചിനെ മാല എടുത്തത്. അല്ല ഇനി പദവ അവൾ എടുത്തതാണെങ്കിൽ നമ്മളെ അറിയിക്കണ്ട, നീലുവിനും അറിയിക്കണ്ട. ദീയും ബാലും കൂടി ഒന്ന് സെറ്റിൽ ചെയ്തിട്ട് ഒന്ന് ക്ലിയർ ആക്കി തരണം. ശരി, ഞാൻ അവളുമായിട്ട് സംസാരിച്ച് നോക്കട്ടെ. ഇനി അഥവാ അവൾ മാലെടുത്താണെങ്കിൽ ഞാൻ ആടാൻ പറയൂല. ഈ രഹസ്യം എന്നിലൂടെ മണ്ണിൽ അരിഞ്ഞു ചെയ്യും. ബാലു പിന്നെ എപ്പോഴും അവളോട് ബാലു ആ കണ്ണിൽ അവളെ കാണരുത്. ഇല്ല, ഞാൻ വേറെ കണ്ണ് വെച്ച് കാണാം. എന്തോന്ന് പറഞ്ഞു രാമ? അതെന്റെ കൊച്ചല്ലേ? ഇവിടെ ഒന്ന് സമാധാനമായത്. എന്റെ സമാധാനം പാകം ചെയ്തു. ആ
അല്ല പറഞ്ഞ വഴി തരാം. രാംകുമാർ കണ്ടേ, രാംകുമാർ സംസാരിച്ചോടൊന്ന് ബന്ധുക്കളല്ലേ, ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കണ്ടാവും. ഞാനേ മൊത്തത്തിൽ ഒന്ന് മാറാൻ തീരുമാനിച്ചു. കുടുംബസമേതം ഒരു തീർത്ഥയാത്രയ്ക്ക് പോകാൻ തീരുമാനിച്ചു. ഞാൻ പിന്നെ വിളിക്കാം. കേട്ടി ഓക്കെ. ആരോ ഫോണില് ആര് ഫോണില് ആര് ഫോൺ മാലയും കൊണ്ട് കളഞ്ഞിട്ട് അത് കണ്ടുപിടിക്കാൻ നോക്കടി. അവൾക്ക് ആര് ഫോണിലെന്ന് അറിയണം. ഓ അതാണോ മാല? ഇനി നമ്മളിപ്പോ കേസ് കൊടുക്കുമല്ലോ, അപ്പൊ പിന്നെ കിട്ടുമല്ലോ. അമ്മ ആ ആ എത്തിയാ നീ? മാല കിട്ടിയാ? മാല കിട്ടിയൊന്നുമില്ല, അത് നമ്മൾ പോലീസിൽ കംപ്ലൈന്റ് കൊടുക്കുന്നുണ്ട്. ആ ദിയ വിളിച്ചു പറഞ്ഞപ്പോ ഞാൻ അപ്പൊ തന്നെ അവിടെ നിന്ന് ഇറങ്ങി. ഇവിടെ ഇത്ര സമ്മതം നടക്കുമ്പോ ഞാൻ എങ്ങനെ അവിടെ സമാധാനത്തോടെ ഇരിക്കുന്നത്? അയ്യോ കുഴപ്പത്തൊന്നും മുങ്ങാൻ വേണ്ടി അല്ലാതെ ഒരു കാരണം നോക്കിയിരുന്നപ്പോ കറക്റ്റ് ഈ കാരണം വന്ന് കയറിയപ്പോ ഇറങ്ങി വന്നതല്ല. പോടാ ശരിക്കും തപ്പിയാമേ കിട്ടിയ സാധനം? ഈ വീട് മൊത്തം തപ്പിയതാണ്, കിട്ടിയെങ്കിൽ പിന്നെ ഇങ്ങനെ പറയോ? വീട് മൊത്തം തപ്പ്, ചിലപ്പം കിട്ടും. ഒന്നും കൂടെ തപ്പണം. അല്ല ഇനി തപ്പിയിട്ടും വലിയ കാര്യമൊന്നുമില്ല, നമ്മൾ മൊത്തം തപ്പി. ഇട ക്യാഷ് എന്ന് പറയുന്ന കാര്യമില്ല, നമ്മൾ ഒന്നുകൊണ്ട് കേട്ടാ ഡീറ്റായിട്ട് തപ്പണം. അല്ല ഈ കൊച്ചിനൊന്നും പറയില്ലേ? ഞാൻ എന്താ പറയാ, ബാലിച്ചോ കേസ് കൊടുക്ക്, കള്ളനെ പെട്ടെന്ന് പിടിക്കാലോ. കൊച്ചിന് പേടിയൊന്നുമില്ലേ? പേടിയും എനിക്കെന്താ പേടി? എല്ലാത്തിനും ഞാൻ എന്തിനാ പേടിക്കുന്നു? അത് ശരി, ഞാനിന് പഠിക്കണം. അല്ല കൊച്ചതിന് പഠിക്കണം. അതെ, യാത്ര കഴിഞ്ഞ് ക്ഷീണിച്ച് വന്നതാണ്. ഞാൻ 1/2 മണിക്ക് ഒന്ന് നടുവ് നൂത്തോണ്ട് കേട്ടാ. അച്ഛാ സ്റ്റേഷനിൽ പോകുമ്പോ ഞങ്ങളും കൂടെ വരട്ടെ? എന്തിന് ഇവിടെ പെണ്ണുവീട്ടിൽ അടക്കളാണ് പോവേണ്ട, അല്ല അവിടെ കെട്ടിപ്പോച്ചുണ്ട്. അവിടെ സ്റ്റേഷനിൽ കേസ് കൊടുക്കാൻ വേണ്ടി പോവേണ്. ആരും വേണ്ട, ഞാനിതിൽ മാത്രം പോകും. എന്നാ നിങ്ങൾ പോയിട്ട് വേണ്ടെങ്കിൽ വേണ്ട. ഞാൻ ഒരു കാര്യം ചോദിക്കുകയാണ്. നമ്മൾ സ്റ്റേഷനിൽ പോകണതിന് മുമ്പ് ആർക്കെങ്കിലും എന്തെങ്കിലും കാര്യം പറയണ്ട? എനിക്കൊന്നും പറയാനില്ല. ഇയാളാരും ചോദിച്ചാ വേറെ ആർക്കെങ്കിലും ഒന്നും പറയണ്ട? എനിക്കൊന്നും പറയാനില്ല, പക്ഷെ എനിക്ക് സ്റ്റേഷനിൽ വന്നാൽ കൊള്ളാമെന്നൊന്നുണ്ട്. ഞാൻ എല്ലായിടത്തും കൂടെ അവസാനം പറയാണ്. ഇനി ഓരോരുത്തരായിട്ട് പറഞ്ഞു പറയാം. നമ്മൾ കേസ് കൊടുക്കാൻ പോവേണ്. ഞാൻ വരുന്നില്ല. വരണ്ട, അവരും ഒന്ന് കൊണ്ടുപോയിക്കോളും. എന്തോന്ന്? അല്ല കൊച്ചിന് എന്തെങ്കിലും പറയാനുണ്ടോന്ന്? നിങ്ങൾ യാത്ര കഴിഞ്ഞ് വന്നതല്ലേ, കുളിച്ചിട്ട് പോയി റെസ്റ്റ് എടുക്ക്. 1/2 മണിക്കൂർ കഴിയുമ്പോൾ ഞാൻ വിളിക്കാം. ശരി. അയ്യോ ഞാൻ വിളിക്കും. വേണ്ടേ? ഇത് വൈകിയത് ആരെങ്കിലും പോയി അവിടെ അങ്ങനെ കടന്നോണം. വണ്ടിയൊക്കെ കിട്ടി വരണ്ടേ? പിന്നെ നടന്നാണല്ലോ പറഞ്ഞു. അല്ല ഒരാഴ്ച കഴിഞ്ഞാൽ വരും എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ അവിടുന്ന് എങ്ങനെ മുങ്ങുന്ന് വിചാരിച്ചിരുന്നപ്പോഴാണ് കറക്റ്റായിട്ട് നിന്റെ കോള് വന്നത്. പിന്നെ ഞാൻ നിന്നെ എൻ്റെ മനസ്സിൽ വിചാരിച്ച് 5-6 കള്ളമൊക്കെ പറഞ്ഞ് അവിടുന്ന് എസ്കേപ്പ് ആയി. എൻ്റെ കൂടെ കൂടിയിട്ട് ഗുണമുണ്ടായി. അത് ചീത്ത കൂട്ടുകെട്ട് കൂടിക്കഴിഞ്ഞാൽ നല്ലവരും ചീത്തയാവും, അതെനിക്ക് മനസ്സിലായി. അല്ലാതെ തിരിച്ചൊന്നും സംഭവിക്കാൻ പോണില്ലല്ലോ. ദിയാ തമ്പി ആൻറ്റി എന്തായി, സ്റ്റേഷനിൽ പോയാ? ഇല്ല, അച്ഛനിപ്പോ പോവും, കിടക്കുക. എന്തു പറ്റി ആൻറ്റി? ഇല്ല ഒന്നുമില്ല, വെറുതെ വെച്ചാ. ഒന്നുമില്ലേ ആൻറ്റി? ഞാൻ ഇന്നും ഇന്നലെ കാണാൻ തുടങ്ങിയതല്ലല്ലോ ആൻറ്റിനെ, കാര്യം പറ. എന്താ സംഭവം എന്നറിയോ? എന്നെ പോലീസുകാരെ കൊണ്ടുവന്ന് അറിയാൻ വേണ്ടി വന്നേക്കുക. അതിന് നിന്നെ എന്തിനാ പോലീസുകാർ കൊണ്ടോണേ? പപ്പയ്ക്ക് ചെറിയൊരു സംശയം, ഞാനാണോ ഇവിടുത്തെ മാല എടുത്തതെന്ന്. ഏതോ സിനിമയും കണ്ടിട്ട് വന്നിട്ടേ അതിലെ നായികയുടെ കൂട്ട് ഞാൻ കള്ളം പറയുന്ന സ്വഭാവം അല്ലാതെ മോഷ്ടിക്കുന്ന സ്വഭാവം ഉണ്ടെന്നോട് കണ്ടെത്തില്ല. നിനക്ക് അങ്ങനത്തെ സ്വഭാവം ഉണ്ടോ? ആ ഉണ്ട്. ഒന്ന് പോയടി, പപ്പയ്ക്ക് വെറുതെ തോന്നുക. പിന്നെ എന്തിനാ നീ അവിടെ വന്നിട്ട് പോലീസ് പിടിക്കുന്ന പോലെ പെർഫോം ചെയ്തത്? അത് ഞാൻ നിങ്ങളെ ചുമ്മാ പറ്റിക്കാൻ വേണ്ടി ചെയ്ത. ഓരോന്ന് സ്വന്തമുണ്ടല്ലോ, ഒറ്റയ്ക്ക് ഇറങ്ങിയിരിക്കുന്നു. നമ്മൾ എന്തോരം ടെൻഷൻ അടിച്ചത് അവിടെ അറിയോ? അവിടെ മനസ്സമ്മ ഇവിടെ ഇരുന്നിട്ടില്ല. ആ മനസ്സമാധാനം പോകാൻ വേണ്ടിട്ട് അങ്ങനെ പറഞ്ഞു. പിന്നെ സ്വന്തം മക്കളെ ആരെങ്കിലും ഇങ്ങനെ സംശയിക്കൂ? അവരെ കുറ്റം പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. നിന്റെ സ്വഭാവം ഇങ്ങനെയല്ലേ? ഇപ്പൊ രണ്ടുപേരെ ഡൗട്ടൊക്കെ മാറിയോ? ഇപ്പോഴൊന്നും ആശ്വാസം അല്ലേ? നീ നേരത്തെ ഇത് എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ ബാലുനോട് പറയില്ലായിരുന്നല്ലോ. അത് ശരി, അതിനിടയ്ക്ക് ബാലോചനോട് പോയി സംസാരിച്ചാ? ഓ അതല്ലേ അപ്പൊ ബിൽഡപ്പ് ഒക്കെ ഇട്ടിട്ട് എന്നെ കൊണ്ട് സത്യം പറയിപ്പിക്കാനൊക്കെ നോക്കിയത്. സത്യം പറയാലേ ആൻറ്റി, നിങ്ങൾക്കുണ്ടല്ലോ ഈ ഒരു മോള് പോരാ, ഒരു 10 എണ്ണം കൂടെ വേണമായിരുന്നു. എന്തിനാ തമ്പി ഈ ഒരെണ്ണത്തിനെ വെച്ചുള്ള പ്രശ്നങ്ങൾക്ക് തന്നെ മനസ്സമാധാനം ഇല്ല. ഇനി പോരാണ്ട് 10 എണ്ണം, ഒന്നുതന്നെ കൂടുതലാ. എന്താ മമ്മി, പൊന്നുപോലൊരു മോളില്ലേ, പിന്നെ തന്നെ വേറെ ഒരെണ്ണം. നിന്റെ പൊന്നു പോലത്തെ മോളൊന്നും മിണ്ടാണ്ടിരിക്കോ? ഞാനേ ബാലുവിൻ്റെ അടുത്തും സംസാരിച്ചിട്ട് വരാം. നമ്മളും വരാം. പോലീസ് സ്റ്റേഷനിൽ പോകുന്നതിന് മുന്നേ ഉള്ള പ്രകടനം കാണാമല്ലോ. വല്ല കൂസുണ്ടോന്ന് നോക്കി. ചിൽ മമ്മി, വാ. എൻ്റെ അത് വിട ആൻറ്റി, ഇതിങ്ങനെ ആയിപ്പോയി, നന്നാവൂല. നടക്ക് വാ. നടക്കും ബാലു വാ. വാ. ആ പെട്ടെന്ന് പോവാ, സമയമില്ല. വാ. എന്ത് ഞാൻ ഒരു കാര്യം ചോദിച്ചു, സത്യം പറഞ്ഞു. പെട്ടെന്ന് പറയാം. പോയി ഗ്യാസ് ഫയലിയാലാണ് കൊടുക്കാനുള്ളത്. പെട്ടെന്ന് പറയാം. എന്ത് നിങ്ങളെങ്ങാനും മാല എടുത്തായിരുന്നോ? ഓ അനാവശ്യം പറയാം. ഞാൻ എന്തിനാ മാല എടുക്കണത്? എനിക്ക് അങ്ങനെ മാല എടുക്കണത് നിന്നോട് ചോദിച്ചാൽ പോലും നീ തരൂലേ? അല്ല ഞാൻ ചോദിച്ചതേ ഉള്ളൂ. അങ്ങനെ സംശയം അല്ലേ? സംശയം എന്നാ? സംശയം കൊണ്ടല്ല ബാലു, നമ്മൾ പോണത് പോലീസ് സ്റ്റേഷനിലേക്കാ. അവരങ്ങനെ പിടിച്ച് ചോദ്യം ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സത്യം തുറന്നു പറയും. അപ്പം നിങ്ങളാണെങ്കിൽ ഞാൻ അത് അനുഭവിക്കണ്ടേ? സത്യം തുറന്നു പറഞ്ഞാൽ ഞാൻ എടുത്തിട്ടാണ് സത്യം പറഞ്ഞാൽ ഞാൻ കളനാടി. സത്യം തുറന്നു പറഞ്ഞാൽ നീ എന്താ അനുഭവിക്കണത്? കളിക്കുന്നത് കേട്ടാ. പിന്നെ സത്യം പറഞ്ഞാൽ ഞങ്ങൾ സത്യമായിട്ട് പറയാൻ വേണ്ടി ഞങ്ങൾ പോവല്ലേ? എന്നാ വാ പോകാം. പോവാം. വാ.
രാംകുമാർ, ഞങ്ങൾ പോലീസിൽ കംപ്ലൈന്റ് കൊടുക്കാൻ പോവാ. ആ ധൈര്യമായിട്ട് കൊടുക്കും. ആ ഈ കൊച്ചിനെ പറയണ്ട. എനിക്കൊന്നും പറയില്ല. ബാലോചന എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നേ? പപ്പ പറഞ്ഞ് ധൈര്യമായിട്ട് പോയി കേസ് കൊടുത്തു. കള്ളനെ നമുക്ക് പെട്ടെന്ന് പിടിക്കാം. അതെന്താ കാര്യം? നീലു അതൊക്കെ പറയുമ്പോൾ നിങ്ങൾ പോകാൻ ഇറങ്ങിയതില്ലേ, പോയിട്ട് വാ, അല്ലെങ്കിൽ സമയം വെറുതെ പോവും. മക്കളെ അച്ഛൻ പോയിട്ട് വട്ടടാ. അച്ഛൻ ശരിക്കും കംപ്ലൈന്റ് എടുക്കാൻ തന്നെ പോണത്? പിന്നെ എല്ലാവരും എന്തിനു പോണത്? അല്ല, അച്ഛന്റെ സംസാരം കേട്ടിട്ട് അച്ഛൻ സറണ്ടർ ആവാൻ പോകുന്ന പോലെ തോന്നുന്നുണ്ട്. കുറച്ച് ഓവറായി പോയല്ലേ? അതല്ലെങ്കിലും എപ്പോഴും അങ്ങനെ തന്നെയാണല്ലോ, കുറച്ച് ഓവറാണ് എല്ലാ കാര്യത്തിനും. അല്ല, നിങ്ങളൊരു കാര്യം ചെയ്യും, പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് കംപ്ലൈൻറ്റ് ഒക്കെ കൊടുക്കുക. എനിക്ക് അത്യാവശ്യമായിട്ട് ഒരു സൂം മീറ്റിംഗ് ഉണ്ട്. നീ വേണം മോളെ, നീ വേണം. കമ്പനി മീറ്റിംഗ് ആണ്. ഞങ്ങൾ പെട്ടെന്ന് പോട്ടെ. ശരി, ശരി, ബൈ ബൈ. മന്ത്രി വിളിക്കട്ടോ. അവർക്ക് സൂം മീറ്റിങ്ങിലും ഉണ്ട്. നമുക്കെന്ത് ചെയ്യും? വാ പോവാ. വാ 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 വാ. എന്താണ് നോക്കണ? വാടി പെട്ടെന്ന്. അല്ല, നിങ്ങൾ സത്യം തുറന്നു പറഞ്ഞിട്ട് പോയാൽ മതി. സത്യം തുറന്നു പറഞ്ഞിട്ട് പോയാൽ മതി. സത്യം തുറന്നു വാടി. സത്യം തുറന്ന് അവിടെ പോയിട്ട് കംപ്ലൈന്റ് കംപ്ലൈന്റ് കൊടുക്കണ്ടേ? അല്ല, കംപ്ലൈന്റ് കൊടുക്കുമ്പോൾ നിങ്ങളാണ് കള്ളൻ എന്ന് പറഞ്ഞാൽ എനിക്ക് തന്നെയല്ലേ നാണക്കേട്. അതുകൊണ്ട് ഇവിടെ നിന്ന് പറഞ്ഞിട്ട് പോയാൽ മതി. പറ, നിങ്ങൾ ഈ ടൂർ പോയപ്പോൾ ഇടയ്ക്കിടയ്ക്ക് എൻ്റെ അടുത്ത് പിണങ്ങലേടി എന്ന് പറഞ്ഞോണ്ടിരുന്നല്ലോ, അതെന്തിനായിരുന്നു? നിങ്ങളുടെ ഇഷ്ടം കൊണ്ട്. ആ, ഇഷ്ടം കൊണ്ടാണെന്ന് എനിക്കറിയാം. തുറന്നങ്ങ് പറ. അത് ഞാനേ, നമ്മൾ ഇന്നാള് കുട്ടമ്മ വീഴുന്നില്ലേ? വീഴുന്നപ്പം മാമി വിളിച്ചപ്പോൾ ഞാൻ ഫോൺ എടുത്തില്ലല്ലോ, പിള്ളേർ എടുത്തില്ലല്ലോ. കാര്യത്തിലേക്ക് വാ. അപ്പം ഞാൻ മാമനെ കാണാൻ പോയി. ഞാൻ പോയത് അറിഞ്ഞല്ലോ നീ? ഞങ്ങളുടെ എല്ലാവരുടെയും പോയത് പടവലത്ത്. അപ്പം മാമൻ്റെ അടുത്ത് കുറേ കാര്യങ്ങൾ പറഞ്ഞു. ഭഗവത്ഗീതയിലെയും രാമായണത്തിലെയും കുറേ കാര്യങ്ങൾ എൻ്റെ അടുത്ത് മാമൻ പറഞ്ഞു. അത് ഇതും തമ്മിൽ എന്താ ബന്ധം? നീ പറഞ്ഞ കാലടി. അപ്പം മാമൻ പറഞ്ഞു, ബാലു നീ ഇങ്ങനെ നടന്നാൽ ശരിയാവില്ല, എനിക്ക് തീരെ വയ്യ, ഇനി അങ്ങോട്ട് ഞാൻ ഉണ്ടാവുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമൊക്കെ വന്നു. ഞാൻ പറഞ്ഞു, മാമൻ കാര്യം പറ, നീ എന്തിനാ ഇങ്ങനെ അവളെ ഇട്ട് ഇങ്ങനെ പണിയെടുപ്പിക്കണത്? അല്ല, നീയും കിടന്ന് പണിയെടുക്കണമല്ല. നിങ്ങൾക്ക് എന്തെങ്കിലും സന്തോഷമുണ്ടോ ജീവിതത്തിൽ? നിങ്ങളൊരു കാര്യം ചെയ്യും, നിങ്ങളൊക്കെ ഒന്ന് പുറത്തോട്ടൊക്കെ ഇറങ്ങി അമ്പലങ്ങളിലോ അല്ലെങ്കിൽ അവിടെയൊക്കെ പോയി തീർത്ഥാടനത്തിലേക്ക് പോയി, അല്ലെങ്കിൽ എത്രയോ സ്ഥലങ്ങളുണ്ട് അവിടെ കാണാൻ പോടാ എന്നൊക്കെ പറഞ്ഞ്. ജീവിതത്തിൽ ഇതൊക്കെ അല്ലേ ഉള്ളൂ നേട്ടം. അപ്പോൾ എനിക്ക് ഞാൻ ശരി എന്നാമെന്ന് പറഞ്ഞാൽ അതിനെപ്പറ്റി ആലോചിച്ചപ്പോൾ ഒരു എത്തിപ്പിടിയും കിട്ടിയില്ല. മാമൻ്റെ നിന്ന് പൈസ അങ്ങനെ മോശമല്ലേ. അങ്ങനെ ഞാൻ ഇവിടെ വന്ന് നിങ്ങളൊക്കെ എങ്ങനെ ടൂർ കൊണ്ടുപോകുന്നൊക്കെ ആലോചിച്ചുകൊണ്ട് വന്നപ്പോൾ ഞാൻ പുറത്തവിടെ പോകാൻ വേണ്ടി ഞാൻ അലമാര തുറന്നപ്പോൾ എൻ്റെ ഈ മാല അവിടെ ഇരിക്കുന്നു. അപ്പോൾ ഞാൻ എടുത്തങ്ങ് വിറ്റ്. മാല എടുത്ത് വിറ്റെന്നോ? ആ മാല എടുത്ത് വിറ്റ്. അത് അറിയുമ്പോൾ നീ പ്രശ്നം ഉണ്ടാക്കുമെന്ന് കരുതിയിട്ടാണ് ഞാൻ നിന്റെ ഇടയ്ക്കിടയ്ക്ക് പണങ്ങല്ലേ എന്ന് പറഞ്ഞത്. നിങ്ങൾ അത് വിൽക്കേണ്ട ആവശ്യമുണ്ടോ? പണം വെച്ചിട്ടായിരുന്നു നിങ്ങൾക്ക് മാല? പണം വെച്ചാൽ കുട്ടമ്പളം എടുക്കൂ. എൻ്റെ കൊണ്ട് താങ്ങൂല. പണം വയ്ക്കാനുള്ള ശേഷി പണം എടുക്കാനുള്ള ശേഷി എൻ്റെ ഇല്ല. അതുകൊണ്ട് ഞാൻ വിറ്റ്. പണങ്ങൾ എഴുതിയല്ലോ. എന്ത് പണക്കലടിയെന്ന്? എടി 3 ദിവസം എല്ലാവരും സന്തോഷിച്ച് അറുമാനിച്ചില്ലേ? മാമൻ്റെ അടുത്തൊരു കാര്യം പറഞ്ഞാൽ എനിക്ക് നിറവേറ്റാതിരിക്കാൻ പറ്റുമോ? അങ്ങനെ അവസാന വാക്കാർ അല്ല, മാമ മര്യാദ നടത്തുമ്പോഴാണ് പറഞ്ഞത്. അപ്പോൾ എനിക്ക് അങ്ങനെ സങ്കടം വന്ന് ഞാൻ മാല എടുത്ത് വിറ്റ്. എല്ലാവരും എന്ത് ചെയ്യാൻ പറ്റുമോ? 3 ദിവസം എല്ലാവരും സന്തോഷിച്ചപ്പോൾ ഞാനല്ലേ ഇപ്പൊ ദുഃഖിക്കണേ? എൻ്റെ മാലയല്ലേ പോയത്? എടി ഒരു മാലയുടെ കേസല്ലേ, മാല വാങ്ങിച്ചു തരേടി. പിന്നെ വർത്താനം കേട്ടാ തോന്നും എല്ലാ മാസം എനിക്ക് മാലയും വളയും കമ്മലും വാങ്ങിച്ചോണ്ടിരിക്കണ പോലെയാണ്. പിണങ്ങലേടി. നിങ്ങൾ പണക്കിലേടി ചെയ്യണെന്നറിയാമോ? എന്റെ എല്ലാ സാധനം നശിപ്പിച്ചിട്ടുണ്ട്. നീ വല്ലോണ്ടോ നശിപ്പിക്കാനായിട്ട്? കൊച്ച എന്തെങ്കിലും പറഞ്ഞ് മനസ്സിലാക്കായിരുന്നു. ഈ കിളവൻ എങ്ങനെ മനസ്സിലാക്കാനാ? എന്തിനാ? എന്താ പിണങ്ങലേടി.